ക്രിസ്തുനാഥനിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നാം പെസഹ തിരുനാൾ ആചരിക്കുകയാണ്. പെസഹ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ പെസഹ തിരുനാളിൽ പ്രധാനമായി നാം അനുസ്മരിക്കുന്നത് 3 സംഭവങ്ങളാണ്. ഒന്ന്, സേവനത്തിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു, കാലുകഴുകൽ ശുശ്രൂഷ. രണ്ടാമതായി, എപ്പോഴും നമ്മോടൊപ്പമായി ആയിരിക്കുവാനായിട്ട് ക്രിസ്തുനാഥൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. മൂന്നാമത്, തൻ്റെ പിൻഗാമികളായി പുരോഹിതരെ നിയമിക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിവസം കൂടിയാണ് പെസഹ തിരുനാൾ. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവദോർ എന്ന ചെറിയ രാജ്യത്ത് രക്തസാക്ഷിയായിരുന്ന ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേരോയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1970കളിൽ ഈ ചെറിയ രാജ്യത്ത് പട്ടാള ഭരണമായിരുന്നു. പട്ടാളക്കാരും ആ രാജ്യത്തുണ്ടായിരുന്ന സമ്പന്നരും ചേർന്ന് പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്നത് ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേരോ അദ്ദേഹം കാണുകയുണ്ടായി. അനീതിക്കെതിരെ ഇദ്ദേഹം ആഞ്ഞടിച്ചു. ഇദ്ദേഹം സഭയുടെ പ്രവാചക ശബ്ദമായി മാറി. എന്നാൽ പട്ടാളക്കാരും സമ്പന്നരും ഇദ്ദേഹത്തെ എങ്ങനെയാണ് കൊന്നൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു. അദ്ദേഹത്തെ അവർ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നു. 1980 മാർച്ച് 24 ഇദ്ദേഹം ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ഇവർ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമയുണ്ട്. ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേരോ എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയിൽ ഇദ്ദേഹം കൊല്ലപ്പെടുന്ന രംഗം വളരെ ഹൃദയസ്പർശിയാണ്. ദിവ്യബലിയുടെ സമയത്ത് കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹം അപ്പമുയർത്തി ഇതിൻ്റെ ശരീരമെന്ന് പറഞ്ഞ് ഇതാ ദിവ്യ ബലിപീഠത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം വീഞ്ഞു നിറഞ്ഞ കാസ മുകളിലേക്ക് ഉയർത്തി ഇതിൻ്റെ രക്തമെന്ന് പറഞ്ഞ് കാസ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ശത്രുക്കളുടെ വെടി ഏറ്റപ്പെട്ട് കൊല്ലപ്പെടുന്നത്. ഇദ്ദേഹം കൂദാശവചനങ്ങൾ ഉച്ചരിച്ച് ക്രിസ്തുനാഥൻ്റെ രക്തമായി മാറിയ കാസയിലെ വീഞ്ഞുതുള്ളികൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തുള്ളികളോട് ചേരുന്ന രംഗമാണ് നമുക്ക് ഈ സിനിമയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാലുകഴുകലും അപ്പമുറിക്കലും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. സേവനവും ബലിയും തമ്മിലുള്ള ബന്ധമാണ് കാലുകഴുകലും അപ്പം മുറിക്കലും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. ക്രിസ്തുനാഥൻ സ്വയം ശൂന്യനാക്കി ബലിയായിത്തീരുകയാണ്. കാലുകഴുകലിൻ്റെ പൂർത്തീകരണമാണ് അപ്പം മുറിക്കലിലൂടെ തന്നെ മുറിച്ച് നമുക്ക് ക്രിസ്തുനാഥൻ നൽകുന്നത്. ക്രിസ്തുനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം ബലിയായിരുന്നു. സ്വയം ബലിയായിത്തീരുന്ന ക്രിസ്തുനാഥൻ പെസഹ വ്യാഴാഴ്ച അത്താഴ സമയത്ത് അപ്പം ഉയർത്തിക്കൊണ്ട് ക്രിസ്തുനാഥൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരം. കാസ ഉയർത്തിക്കൊണ്ട് ക്രിസ്തുനാഥൻ പറഞ്ഞു, ഇതെൻ്റെ രക്തം. ഇത് പൂർണ്ണമാകുന്നത് ദുഃഖവെള്ളിയിൽ കുരിശിലാണ്. കുരിശിൽ തൻ്റെ ശരീരം മുറിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അപ്പമായി തീരുന്ന ക്രിസ്തുനാഥൻ തൻ്റെ രക്തം ചൊരിഞ്ഞ് തന്നുകൊണ്ട് നമുക്ക് പാനീയമായി തീരുന്ന ക്രിസ്തുനാഥൻ. പ്രിയപ്പെട്ടവരെ, കാലുകഴുകലും അപ്പം മുറിക്കലും തമ്മിലുള്ള ബന്ധം നമ്മെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം ഓരോ ദിവസവും പങ്കെടുക്കുന്ന ദിവ്യബലിയും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധമാണ്. ഇന്നേ ദിവസം നാം ചിന്തിക്കേണ്ടത് ബലിയുടെ തുടർച്ചയാണോ നമ്മുടെ ജീവിതം എന്നാണ്. ക്രിസ്തുനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം ബലിയായിരുന്നു. മദർ തെരേസയോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ ജോലികൾ ചെയ്യുവാനാണ് സാധിക്കുന്നത്? അഗതികൾക്ക് വേണ്ടി
പാവപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെയാണ് ഇത്രമാത്രം ജോലികൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന്. അതിന് മറുപടിയായിട്ട് അമ്മ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദിവ്യബലിയാണ് തൻ്റെ ശക്തിയുടെ ഉറവിടം എന്ന്. ദിവ്യബലിയാണ്. അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ബലിയിൽ പങ്കെടുത്തതിനു ശേഷം പുറത്തേക്കിറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ക്രൂശിതനെയും അവൻ്റെ കുരിശിനെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ബലിയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ബലിയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് പൗരോഹിത്യത്തിൻ്റെ ദിവസം കൂടിയാണ്. പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിവസമാണ്. ഇന്ന് പൗരോഹിത്യം ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസരത്തിലൂടെ നാം കടന്നു പോവുകയാണ്. സേവന സന്നദ്ധതയുള്ള, പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒത്തിരിയേറെ പുരോഹിതരെ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. പുരോഹിതർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സേവന സന്നദ്ധതയുള്ള, പ്രാർത്ഥനാ ചൈതന്യമുള്ള പുരോഹിതരുണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.